Okay, let's go with the multiple choice questions. അപ്പം ഈ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് some basic questions will only arrive. നമ്മളുടെ OSന്റെ മേജർ കോൺസെപ്റ്റ്സ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു ഇൻട്രോഡക്ടറി പാർട്ടാണ്. എങ്കിലും നമ്മളൊന്ന് പ്രിപ്പയർഡ് ആകണം കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് വേണ്ടി. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which of the following is responsible for initializing hardware components during the boot process? അപ്പം ബൂട്ടിംഗ് എന്താണെന്ന് നമ്മൾക്കറിയാം, ബൂട്ട് പ്രോസസ് എന്താണെന്ന് നമ്മൾക്കറിയാം. ആ സമയത്ത് നമ്മുടെ ഹാർഡ്വെയർ കോമ്പണൻസിനേക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തു. നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഒരു കോമ്പണന്റ് ആയിട്ടുള്ള വിച്ച് വൺ ഡിവൈസ് ഡ്രൈവറുകളാണോ? Then the next one operating system ആണോ? The third one basic input output system and the fourth one UD. ഇത് നാലും എന്ത് തന്നെയാണ്? നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ കോമ്പണൻസ് തന്നെയാണ്. എന്നാലും ബൂട്ടിംഗ് സമയത്ത് നമ്മളുടെ ഹാർഡ്വെയറുകളെ ഇനിഷ്യലൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ആ ഫേംവെയർ ആരാണ്? ഇറ്റ് ഈസ് none other than BIOS. So the answer is BIOS, that is basic input output system. അപ്പം നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുമ്പം ഇതെല്ലാം എന്ത് തന്നെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ കോമ്പണൻസ് പലപ്പോഴും അബിഗ്വസ് ആയിരിക്കും. പക്ഷെ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ മനസ്സിലാക്കണം ഓരോ കോമ്പണന്റും എന്താണ്, ആ ഓരോ കോമ്പണന്റിന്റെയും ഫങ്ഷനാലിറ്റി എന്താണ്, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾ നല്ല ക്ലാരിറ്റിയിൽ തന്നെ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ സമയത്ത് എന്താണ് കറക്റ്റ് ആയിട്ട് ആ ചോയ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ. സോ നമുക്കറിയാം ബൂട്ടിംഗ് ടൈം, ഹാർഡ്വെയർ ഇനിഷ്യലൈസേഷൻ, ഇറ്റ്സ് എ റോൾ ഓഫ് ബയോസ്. ബയോസിന്റെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ ദ ആൻസർ ഈസ് സി. സി ഈസ് ദ ആൻസർ. Fine. Now let's move to the next question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. So what is the purpose of device driver in a computer system? അപ്പം ഡിവൈസ് ഡ്രൈവറുകൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? So the options are to manage system utilities, it provides a user interface, translate programming languages and enable communication with the hardware device. അപ്പം നമുക്കറിയാം what is the purpose of this device driver? ഡിവൈസ് ഡ്രൈവർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ആ ഡിവൈസും ഹാർഡ്വെയറുമായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. സോ വിച്ച് ഓപ്ഷൻ ഈസ് റൈറ്റ്? മാനേജ് സിസ്റ്റം യൂട്ടിലിറ്റീസ്. നോ, ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് ആൻസർ. Provide a user interface. No, it's not the responsibility of that. Then translate programming. No, it is not a language translator. But the answer is enable communication with hardware device. Hardware device മായിട്ട് എന്താണ് communication enable ചെയ്യുന്നു. So the choice is D. That's the right answer. For which one? This question. Fine. Now, let's see. Which of the following is an example of system utility software? അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഒരു കോമ്പണന്റ് ആണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ആ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഏതാണ്? ഒരു എക്സാമ്പിൾ ഏതാണ്? അപ്പൊ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു സിസ്റ്റം മെയിൻ്റനൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ടൂളുകളെല്ലാം ഏതിൽ വരുന്നതാണ്? യൂട്ടിലിറ്റിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നോക്കും സിസ്റ്റം മെയിൻ്റനൻസുമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏതെങ്കിലും ടൂളുകൾ ഉണ്ടോ നോക്കി. മൈക്രോസോഫ്റ്റ് വേർഡ് ആണോ? അല്ല, ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഡിസ്ക് ക്ലീനപ്പ് ഉണ്ട് നമുക്ക്, ഡിസ്ക് ക്ലീനപ്പ് ഈസ് ദേർ. ദെൻ അഡോബ് ഫോട്ടോഷോപ്പ്, ഇറ്റ്സ് അഗെയിൻ ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ദെൻ ഗൂഗിൾ ക്രോം. അത് അപ്പൊ ഇങ്ങനെ 4 ചോയ്സ് നമ്മൾക്ക് വന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ യൂട്ടിലിറ്റി പ്രോഗ്രാമിന് അല്ലെങ്കിൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഒരു എക്സാമ്പിൾ ഏതാണ്? ഡിസ്ക് ക്ലീനപ്പ് ആണ്. വൈ വി ചൂസ് ദാറ്റ് വൺ? അതിന്റെ റീസൺ എന്തുകൊണ്ടാണ്? വൈ വി ചൂസ് ഇറ്റ് ആസ് ദ റൈറ്റ് ആൻസർ? ബിക്കോസ് നമുക്കറിയാം ഈ സിസ്റ്റം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്ത് വേണ്ടിയിട്ടാണ്? സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളുകളാണ്. അപ്പൊ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ദിസ് ഡിസ്ക് ക്ലീനപ്പ് ആൻഡ് ദ ആൻസർ ഈസ് ബി. റൈറ്റ്. The next one, what is the role of a middleware in a computer system? നമുക്കറിയാം മിഡിൽ വെയർ എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചു അല്ലെ. ഡേറ്റാബേസ് മിഡിൽ വെയർ നമ്മൾ കണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് പലതരത്തിലുള്ള മിഡിൽ, അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ദിസ് മിഡിൽ വെയർ ഈസ് ഹാവിംഗ് എ മെയിൻ റോൾ. ആ മിഡിൽ വെയർ എന്നുള്ള കോൺസെപ്റ്റിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ദാറ്റ് ലൈസ് ഓൺ ടോപ്പ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറയും. ഏത്? ആ മിഡിൽ വെയർ കോൺസെപ്റ്റ്. ആ മിഡിൽ വെയർ what is the role of that middleware എന്നാ ചോദിച്ചിരിക്കുന്നത്. what is the role? Manage system resources, translate programming languages. The next option, act as an intermediary between software application and provide internet security. So we know that
the role of this middleware is nothing other than that will act as an intermediary between software applications. നമുക്കറിയാം പല സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നുണ്ടാകും. അവയ്ക്കിടയിൽ എന്താണ് ഒരു ഇന്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുക. ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ ഡിഫറെന്റ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. ഡൈവേഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഉണ്ടാകും, പല റിസോഴ്സുകളെയും യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു ഡൈവേഴ്സിറ്റി ഒക്കെ മാറ്റി അവ പരസ്പരം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മിഡിൽവെയർ. Now the choice is C. The right answer for this question is C. That is, it will act as an intermediary between the software applications. Okay, now let's move to the next question. Which component is responsible for reorganizing files on a storage device for improved performance? Performance improve ചെയ്യാൻ അല്ലേ, ഫയൽസിനെ റീഓർഗനൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഏത് കോമ്പണന്റ് ആണ്? അപ്പൊ നമുക്കറിയാം വി ആർ ഹാവിംഗ് ഡിവൈസ് ഡ്രൈവർ. അല്ല, ഡിവൈസ് ഡ്രൈവറിന്റെ ജോലി ഇതല്ല. എന്താണ് ഡിവൈസ് ഡ്രൈവറിന്റെ ജോലി? ഹാർഡ്വെയറിനെയും ഡിവൈസിനെയും കൂടെ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. എന്നാൽ ഷെല്ലുണ്ട്. ഷെല്ല് നമുക്കറിയാം, കമാൻഡ് ലൈൻ ഇന്റർഫേസ്. ബയോ സ്റ്റാൻഡ്സ് ഫോർ വിച്ച് വൺ? ദ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഫോർ റീഓർഗനൈസിംഗ് ഫയൽസ് ഓൺ എ സ്റ്റോറേജ് ഡിവൈസ് നമുക്ക് ആവശ്യമാണ്? ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ ഈസ് റിക്വയർഡ്. സോ വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? ഡിസ്കിന്റെ ഡീഫ്രാഗ്മെന്റർ ആണ്. ഇങ്ങനത്തെ ടൂൾസ് നമ്മളല്ലേ, ഫ്രാഗ്മെന്റേഷൻ, ഡീഫ്രാഗ്മെന്റേഷൻ, ഈ പ്രോസസ് ഒക്കെ നമ്മൾ കണ്ടു. ഇതെല്ലാം, ഈ യൂട്ടിലിറ്റീസ് എല്ലാം എന്താണ്? സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിസ്റ്റം മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? ബി. ഇറ്റ് ഈസ് എ ഡിസ്ക് ഫ്രാഗ്മെന്റർ ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. Now let's move to the next question. What is the primary function of a graphical user interface? അപ്പോൾ നമുക്കറിയാം കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉണ്ട്. ആ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് പ്രൊവൈഡ് എ കമാൻഡ് ലൈൻ ഇന്റർഫേസ്, ഇറ്റ് മാനേജ് സിസ്റ്റം റിസോഴ്സസ്, enable communication between applications, and the last option is offer a visual interface with windows and icon. So which one is the apt answer? As we know that graphical user interface എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വിഷ്വൽ കോമ്പണന്റ് വന്നു കഴിഞ്ഞു. So the answer is it will offer a visual interface with windows and icon. So the answer is D. അപ്പം നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് മനസ്സിലാക്കി വേണം ആൻസർ ചെയ്യാൻ. പലപ്പോഴും നമുക്ക് അബിഗ്വസ് ആവും, നമുക്ക് ഇതാണോ അതാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ കോമ്പണൻസ് ഓരോന്നും എന്താണെന്നും അതിന്റെ ഓരോന്നിന്റെയും ഫങ്ഷനാലിറ്റി എന്താണെന്നും അതിന്റെ പർപ്പസ് എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നും നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റൂ. സോ വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? ദ ആൻസർ ഈസ് ഡി. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. Now let's move to the next topic, that is operating system in detail. ഇനി നമ്മൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫൈൻ. നൗ an operating system, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്ത് പറയും? ഇറ്റ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ, റൈറ്റ്? an operating system is a software component that serves as an intermediary between the computer hardware and user application. യൂസർ ആപ്ലിക്കേഷൻസിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെയും ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഇന്റർമീഡിയറി ആണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിങ്ങിന് ഹാർഡ്വെയറുകളെയും സോഫ്റ്റ്വെയറുകളെയും എല്ലാം ഒരേപോലെ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ആ കമ്പ്യൂട്ടറിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ എക്സിക്യൂഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് മാനേജസ് വേരിയസ് ഹാർഡ്വെയർ റിസോഴ്സസ് enabling the efficient and controlled use of a computer system. സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന റിസോഴ്സുകളെ എല്ലാം മാനേജ് ചെയ്യുന്നു. സിസ്റ്റത്തിനകത്തെ ഫയലും അതോടൊപ്പം തന്നെ അതിന്റെ സ്റ്റോറേജുകളെ മാനേജ് ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ എല്ലാം വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യുന്നു. ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ടുള്ള നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും
either we are using a desktop or a laptop അല്ലെ, നമ്മൾ ഒന്നെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ എന്തുമായിക്കൊള്ളട്ടെ, വാട്ട് എവർ തിങ്സ് വി ആർ യൂസിങ്, we need an operating system. നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഒന്നെങ്കിൽ നമ്മൾ എന്താണ് ഒരു ഓപ്പൺ സോഴ്സ് ലിനക്സിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, either you are working with Linux, either with Ubuntu or Fedora, or you are working with Windowsന്റെ ഏതെങ്കിലും ഒരു വേർഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ സിസ്റ്റത്തിന്റെ ഓവറോൾ ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് അത് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഫൈൻ. നൗ ലെറ്റ്സ് സീ what are the major functionality. അപ്പൊ നമുക്ക് കുറേ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടെങ്കിലും അതിനെ ഒന്ന് കട്ട് ഷോർട്ട് ചെയ്ത് മേജർ ആയിട്ടുള്ള 4 ഫംഗ്ഷനാലിറ്റീസ് പറയാം. ദ ഫസ്റ്റ് വൺ ഈസ് ലോഡിംഗ് ആൻഡ് റണ്ണിംഗ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. അതായത് യൂസറിന് വേണ്ട ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളെ ലോഡ് ചെയ്യുകയും അതിനെ റൺ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത് ആരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്? ഇറ്റ്സ് എ പ്രൈം റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. The next one is allocating memory and processor time. Proper ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, അതോടൊപ്പം തന്നെ പ്രോസസർ ടൈം. ഈ രണ്ട് കാര്യങ്ങളുടെയും അലോക്കേഷൻ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. The third one, providing input output facilities. അല്ലേ, we need to give some input to the computer, we want to take the output from the computer. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഉണ്ട്, അതിന് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഇത് മാത്രമല്ല, മാനേജിങ് ഫയൽസ് ഓഫ് ഇൻഫർമേഷൻ, സിസ്റ്റത്തിനകത്തെ നമ്മുടെ ഫയൽസ്, അതിന്റെ സ്റ്റോറേജ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ മാനേജ് ചെയ്യുക. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ പലതരം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ കോർ ഫംഗ്ഷനാലിറ്റീസ് ഓഫ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് വൺ, ലോഡിംഗ് ആൻഡ് റണ്ണിംഗ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. The next one, allocating memory and processor time. The third one, providing input and output facilities. And the fourth one, managing files. ഫയലുകളെ മാനേജ് ചെയ്യുക. ഈ 4ഉം ആരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും, ഇത് 4ഉം അല്ലാതെ വേറെ ഫംഗ്ഷൻസ് ഇല്ലേ? ഉണ്ട്. എന്നാലും ഓവറോൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് കുറേ, അതായത് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും ആർക്ക് റോൾ ഉണ്ട്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റോൾ ഉണ്ട്. എങ്കിൽ തന്നെയും നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ട് ഇങ്ങനെ 4ആയിട്ട് അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദീസ് 4 ആർ ദ മേജർ ഫംഗ്ഷനാലിറ്റീസ് ഓഫ് വിച്ച് വൺ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഫൈൻ. ഇനി നമ്മൾക്കറിയണം എന്തെല്ലാം ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഇത് ശരിക്കും ഇങ്ങനെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ദാറ്റ്സ് ബേസ്ഡ് അപ്പോൺ ദെയർ ഫംഗ്ഷനാലിറ്റി ആൻഡ് ദ ടൈപ്സ് ഓഫ് ഡിവൈസസ് ദേ മാനേജ്. ഇപ്പൊ ഞാനിപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ദ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാറ്റഗറൈസേഷൻ ആണ്? ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ പർപ്പസും അതോടൊപ്പം തന്നെ ഏത് തരം ഡിവൈസുകളെയാണ് അത് മാനേജ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വി ഹാവ് കാറ്റഗറൈസ്ഡ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. അതിലെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം അവിടെ എത്ര യൂസറെ പോസിബിൾ? only one user is alive and at a time only one task can be done. ഒരു യൂസർ ഒരു സമയത്ത് എന്ത് ചെയ്യാം? ഒരു ടാസ്കും ചെയ്യാൻ പറ്റുകയാണ്. ദാറ്റ് സോർട്ട് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വി കോൾ ബൈ ദ നെയിം ആസ് സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് OS. അപ്പം ഒരു യൂസർ ഒരു ടാസ്ക് അറ്റ് എ ടൈം. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നിങ്ങൾ എന്തെന്ന് വിളിച്ചു? സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക്. ആ ടേമിൽ തന്നെയുണ്ട് സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക്. യെസ്, ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ഇറ്റ് ഈസ് ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അല്ലെ, നമ്മൾ പണ്ട് കണ്ടിരിക്കുന്ന നമ്മളുടെ ഡോസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതോടൊപ്പം തന്നെ ഏർലി വേർഷൻസ് ഓഫ് മാക്കിന്റെ പഴയ വേർഷൻസ് എല്ലാം ഏത് കാറ്റഗറി വരുന്നതായിരുന്നു? ദാറ്റ് കംസ് അണ്ടർ സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം ആദ്യത്തെ കാറ്റഗറി സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക്. എക്സാമ്പിൾസ് ഏതായിരുന്നു? ഡോസ് ആൻഡ് ഏർലി വേർഷൻസ് ഓഫ് വിച്ച് വൺ? മാക് OS. റൈറ്റ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. How many users are again allowed there? Single user is there. But multitasking is possible. ഒന്നിലധികം കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറയും? സൈമൾട്ടേനിയസ് ആയിട്ട് ഒന്നിലധികം ആപ്ലിക്കേഷൻസ് നമുക്ക് എവിടെ റൺ ചെയ്യാൻ പറ്റും? അവിടെ റൺ ചെയ്യാൻ പറ്റും. So that's the reason why we call it as what? Single user as well as multitasking operating system.
സിംഗിൾ യൂസർ തന്നെയാണ്, മൾട്ടി ടാസ്കിംഗ് ആണ്. മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് എന്താണ് സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പോസിബിൾ ആണ്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ദിസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് കറന്റ് വേർഷൻസ് ഓഫ് മാക് OS ആൻഡ് ലിനക്സ്. നമ്മൾ എല്ലാവരും നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് കാറ്റഗറി വരുന്നതാണ്? ദി സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ്. നമ്മുടെ ഡേ ബൈ ഡേയിലൊക്കെ നമ്മൾ നമ്മുടെ പേഴ്സണൽ യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഏത് കാറ്റഗറിയിലാണ് മോസ്റ്റ്ലി വരുന്നത്? ദാറ്റ് കംസ് അണ്ടർ സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. റൈറ്റ്. അപ്പം അതിന് എക്സാമ്പിൾസ് ഏതാണ്? ദിസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് വേർഷൻ, വിൻഡോസിന്റെ വേർഷൻസ് ആകാം, ലിനക്സിന്റെ വേർഷൻസ്, മാക്കിന്റെ കറന്റ് വേർഷൻ ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ഇപ്പൊ രണ്ട് കാറ്റഗറി നമ്മൾ പഠിച്ചു. സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് ചെയ്തു, സിംഗിൾ യൂസർ മൾട്ടി ടാസ്ക് ചെയ്തു. ഇനി നമ്മൾ നോക്കാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റ്. അപ്പൊ ആ ടേമിൽ തന്നെ ഉണ്ട് മൾട്ടി യൂസർ. മൾട്ടി യൂസർ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? മോർ ദാൻ വൺ യൂസർ. സോ ഹിയർ ദിസ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് concurrent access by multiple users. So we are having concurrent access. നമുക്ക് പല യൂസേഴ്സിന് കൺകറന്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഏത്? മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയപ്പോഴത്തേക്ക്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ദിസ് ഇസ് മോസ്റ്റ്ലി വിച്ച് വൺ? ഇപ്പൊ കൺകറന്റ് യൂസേഴ്സ്, മൾട്ടിപ്പിൾ യൂസേഴ്സ് ആയപ്പോൾ എപ്പോഴും നമ്മൾ ഏത് എഡിഷൻ ആയിരിക്കും തരുന്നത് വരെ? ഇറ്റ്സ് എ സെർവർ ഓറിയന്റഡ് വൺ ആയിരിക്കും, സെർവർ ആയിരിക്കും. സെർവർ എന്ന് പറയുമ്പോൾ സെർവർ ഡിസ്ട്രിബ്യൂഷൻസ് പറഞ്ഞു. സെർവർ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ പറയാനുള്ള റീസൺ എന്താണെന്ന് അറിയാവോ? നമുക്കറിയാം ഈ രണ്ട് കാര്യങ്ങൾ, നമ്മൾ രണ്ട് ടെർമിനോളജീസ് നമ്മളൊന്ന് അറിയണം. വാട്ട് ഈസ് എ ക്ലയന്റ് ആൻഡ് നെക്സ്റ്റ് വൺ വാട്ട് ഈസ് എ സെർവർ. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കാണ് വാട്ട് ഈസ് എ ക്ലയന്റ് ആൻഡ് സെർവർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ബോത്ത് ആർ മെഷീൻസ്, രണ്ടും കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ്. Then what is the difference between these two? If you look on the client, it's again a computer. If you look on the server, it's again a computer. Then what's the difference between these two? അതിന്റെ major differences എവിടെയാണ്? In its configuration. If you look on its configuration, അതിന്റെ configuration നിങ്ങളൊന്ന് നോക്കുമ്പോഴും അതോടൊപ്പം തന്നെ അതിന്റെ പർപ്പസ്, അതിന്റെ ഫങ്ഷനാലിറ്റീസ് നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങൾക്ക് ആ വേരിയേഷൻ കാണാം. സോ ദ ഫസ്റ്റ് വൺ, ഇഫ് യു ലുക്ക് ഓൺ ദ കോൺഫിഗറേഷൻ, ദ സെർവർ ഈസ് ഹാവിംഗ് ഹൈ കോൺഫിഗറേഷൻ ദാൻ വിച്ച് വൺ? ദ ക്ലയന്റ്. ക്ലയന്റിനെക്കാട്ടിലും കോൺഫിഗറേഷൻ കൂടുതലാണ്. ആർക്ക്? നമ്മുടെ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് യൂസ് ചെയ്യുന്ന പ്രോസസർ ഹൈ എൻഡ് ആയിരിക്കും, അതിന്റെ മെമ്മറി കപ്പാസിറ്റി കൂടുതലായിരിക്കും, അതിന്റെ ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നിങ്ങൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പം ആരുടെ കോൺഫിഗറേഷൻ കൂടുതലായിരിക്കും? ദ സെർവർ ഈസ് ഹാവിംഗ് ഹൈ കോൺഫിഗറേഷൻ കമ്പയർഡ് വിത്ത് ദ ക്ലയന്റ്. അപ്പൊ നമുക്ക് പറയാം ക്ലയന്റിന് സെർവറിനെക്കാട്ടിലും കോൺഫിഗറേഷൻ കുറവായിരിക്കും. റൈറ്റ്. ഇനി നമ്മൾ അറിയണം ഓൺ ക്ലയന്റ് വി ആർ ഹാവിംഗ് എ ക്ലയന്റ് സപ്പോർട്ടിംഗ് OS. ക്ലയന്റിനകത്ത് എപ്പോഴും എന്താണ്? ഒരു ക്ലയന്റ് വേർഷൻ ഓഫ് OS ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറസ് ഓൺ ദ സെർവർ വി ആർ യൂസിംഗ് എ സെർവർ എഡിഷൻ OS. സെർവറിനകത്ത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സെർവർ എഡിഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. വി ആർ യൂസിംഗ് എ സെർവർ എഡിഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. ഇനി ഇത് കൂടാതെ തന്നെ one more major difference between the client and server. The client request and the server respond. എപ്പോഴും ഓർത്തോണം, the client request and the server is responding to the request from the client. Client server architectures ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ക്ലയന്റും സെർവർ എന്ന് പറഞ്ഞാൽ രണ്ടും മെഷീൻസ് തന്നെയാണ്. ക്ലയന്റിന്റെയും സെർവറിന്റെയും മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറഞ്ഞത്? അതിന്റെ കോൺഫിഗറേഷനിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അതിന്റെ പർപ്പസ് ഡിഫറെന്റ് ആണ്, അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേർഷനും മാറ്റമാണെന്ന് പറഞ്ഞു. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു ദ ക്ലയന്റ് ഓൾവേസ് റിക്വസ്റ്റ് ആൻഡ് ദ സെർവർ ഈസ് റെസ്പോണ്ടിങ് ടു ദ റിക്വസ്റ്റ് ഫ്രം ദ ക്ലയന്റ്. സെർവർ ക്ലയന്റിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ആ വേണ്ട സർവീസുകൾ ആരാണ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളുടെ സെർവർ ആയിരിക്കും പ്രൊവൈഡ്. അപ്പൊ ആ സോർട്ട് ഓഫ് OS ഒക്കെ വരുന്നത് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാറ്റഗറിയിലാണ്. അതായത് യുനിക്സിന്റെയും ലിനക്സിന്റെയും ഒക്കെ സെർവർ ഡിസ്ട്രിബ്യൂഷൻസും മെയിൻ ഫ്രെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ദാറ്റ് കംസ് അണ്ടർ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി അടുത്ത ഒരു കാറ്റഗറി ഉണ്ട്, വി കോൾ ഇറ്റ് ആസ് വാട്ട്? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് കാണാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ. ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദിസ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡിസൈൻഡ് ടു മീറ്റ് സ്ട്രിക്റ്റ് ടൈമിംഗ് കൺസ്ട്രെയിൻസ് ആൻഡ് പ്രൊവൈഡ് predictable and deterministic behavior. This is the most important characteristics. Predictable ആണ്,
ഡിറ്റർമിനിസ്റ്റിക് ബിഹേവിയർ ഉണ്ട്. അത് കൂടാതെ സ്ട്രിക്റ്റ് ടൈമിംഗ് നമ്മുടെ ഹെൽത്ത് കെയർ ഡിവൈസസ് പലതിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. അപ്പൊ ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു മീറ്റ് സ്ട്രിക്റ്റ് ടൈമിംഗ് കൺസ്ട്രെയിൻസ് ആൻഡ് പ്രൊവൈഡ് predictable and deterministic behavior. അതിന് എക്സാമ്പിൾസ് ഏതാണ്? VXBUG, QNX as well as free RTOS. These are all examples of which one? റിയൽ ടൈം ഓപ്പറേറ്റിംഗ്. അപ്പൊ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ ടൈമിംഗ് ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഡിറ്റർമിനിസ്റ്റിക് പ്രെഡിക്റ്റബിൾ ബിഹേവിയർ ഇമ്പോർട്ടന്റ് ആണ്. അത് സ്പെസിഫിക് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മുടെ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന പല ആപ്ലിക്കേഷൻസിലും നമ്മൾ ഏതായി യൂസ് ചെയ്യുന്നത്? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ നാലാമത്തെ കാറ്റഗറി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു. ഇറ്റ് ഈസ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി അടുത്ത ഒരു അപ്പൊ നമുക്ക് ശരിക്കും കുറെ അധികം കാറ്റഗറീസ് ഉണ്ടെങ്കിലും നമുക്ക് മേജർ ആയിട്ടുള്ള കാറ്റഗറീസ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. റൈറ്റ്. സോ അടുത്ത ഒരു കാറ്റഗറി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം റിസോഴ്സുകളെ നെറ്റ്വർക്കിലൂടെ ഷെയർ ചെയ്യുന്നു, അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം പല യൂസേഴ്സ് ആണ്. വി ആർ ഹാവിംഗ് മോർ ദാൻ വൺ യൂസേഴ്സ്. ഡിഫറെന്റ് റിസോഴ്സുകളെല്ലാം ഓൺ പ്രിമിസസ് അല്ല, പല റിസോഴ്സുകളെയും എന്താണ് പല സിസ്റ്റത്തിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. അതിനെയെല്ലാം നെറ്റ്വർക്കിലൂടെ എടുത്ത് ഉപയോഗിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള OS ആണെങ്കിൽ ദാറ്റ് വൺ വി കോൾ ബൈ ദി നെയിം ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ഗൂഗിൾ ക്രോമും അതോടൊപ്പം തന്നെ ഗൂഗിൾ ക്രോം OSും അതോടൊപ്പം തന്നെ അമീബയും ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. ദാറ്റ് കംസ് അണ്ടർ വിച്ച് വൺ? ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമുക്ക് റിസോഴ്സുകളൊക്കെ എന്തായിരിക്കും പല ലൊക്കേഷൻസിലോ പല മെഷീൻസിലായിരിക്കും. അതിനെ എന്ത് ചെയ്യുന്നു? യൂസറിന് സ്വന്തം മെഷീനിലെ റിസോഴ്സ് പോലെ ഉപയോഗിക്കാൻ സഹായിക്കുന്നു. ആരുടെ സപ്പോർട്ടോടുകൂടി? ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടുകൂടി. സോ ദ എക്സാമ്പിൾസ് ഓഫ് വിച്ച് വൺ ഈസ് അമീബ ഈസ് an example and the Google Chrome OS is again an example of which one? Distributed operating system. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 4 കാറ്റഗറി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇപ്പൊ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ അറിയാം ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്മോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ്, മൊബൈൽ പോലത്തെ. അപ്പൊ അങ്ങനെയുള്ള മൊബൈലിനകത്തൊക്കെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ഈസ് ഡിസൈൻ ഫോർ സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്. ടാബ്ലറ്റ്സിനും സ്മാർട്ട് ഫോൺസിനും ഒക്കെ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദാറ്റ്സ് അഗൈൻ അനദർ കാറ്റഗറി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ഒരു കാറ്റഗറി നമുക്കറിയാം നമ്മുടെ ആൻഡ്രോയിഡ്, iOS, then Harmony OS. These are all examples of which one? This mobile operating system. Right? അപ്പം these are the different. അപ്പം കുറെ അധികം കാറ്റഗറീസ് ഉണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു 5 കാറ്റഗറി OS ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഫൈൻ. ലെറ്റ്സ് സീ വൺസ് അഗൈൻ. സോ ദീസ് ആർ the different types of OS. It's based upon what? The type of devices and its functionality. The first one is single user, single tasking. Single user, multitasking. Then we are having multitasking operating system, real-time operating system. Then we are having the next category, distributed operating system. And finally we are having mobile operating system. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് ഇത്രയും കാറ്റഗറീസ് എങ്കിലും നിങ്ങൾ അറിയണം. റൈറ്റ്.